ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 3 പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാൻ വേണ്ടിയിട്ടുള്ള വിചിത്രമായ നീക്കം സർക്കാർ നടത്തുകയാണ്. ടി.കെ. രജീഷ്, മുഹമ്മദ് ഷാഫി, അണ്ണൻ സിജിത്ത് എന്ന 3 പ്രതികളെ കൂടിയാണ് ജയിൽ നിയമങ്ങളെയും ഹൈക്കോടതി വിധിയെയും ലംഘിച്ചുകൊണ്ട് ജയിലിൽ നിന്ന് പുറത്തിറക്കാൻ വേണ്ടി സർക്കാർ ശ്രമം നടത്തുന്നത്. ഇത് സംബന്ധിച്ച ജയിൽ വകുപ്പ് കണ്ണൂർ സിറ്റി പോലീസ് കമ്മീഷണർക്ക് അയച്ച റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുകയാണ്. ഒരു പൊതുപ്രവർത്തകനായ ടി.പി. ചന്ദ്രശേഖരനെ ക്രൂരമായി 51 വെട്ടുവെട്ടിക്കൊന്ന ക്രിമിനലുകളായ ആളുകളെയാണ് ഇവരെ സംരക്ഷിക്കാൻ നോക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിയമസഭയിൽ ചോദിച്ചിട്ട് പോലും കെ രമ, ചന്ദ്രശേഖരന്റെ വിധവ കൂടിയായ രമ ചോദിച്ച ചോദ്യങ്ങൾക്ക് 5 മാസമായി ഉത്തരം തന്നിട്ടില്ല. ഇവർ കൊടുത്ത പരോളുകളെ സംബന്ധിച്ച വിശദാംശങ്ങൾ പുറത്തുവിട്ടിട്ടില്ല. ഞങ്ങളുടെ അറിവിനെ സംബന്ധിച്ചിടത്തോളം ഈ എല്ലാ പ്രതികൾക്കും കൂടി 2000-ഓളം ദിവസം ഇവർ പരോള് കൊടുത്തിട്ടുണ്ട്. ഇതിനു മുൻപായിട്ട് ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ഈ പ്രതികൾക്ക് ചെയ്തു കൊടുക്കുകയാണ്. 5 സ്റ്റാർ സൗകര്യങ്ങളാണ്. ഇനി ജയിൽ റൂം എയർ കണ്ടീഷണറാക്കി മാറ്റി എയർ കണ്ടീഷൻ ചെയ്തു കൊടുക്കേണ്ട ഒരു കാര്യം മാത്രമേ ഇനി ചെയ്യാനുള്ളൂ. അവർക്കിഷ്ടപ്പെട്ട ഭക്ഷണം, അവർക്കിഷ്ടപ്പെട്ട മദ്യം ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും അവിടെ ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. മാത്രമല്ല, ജയിലിൽ നിന്ന് തന്നെ ഈ പ്രതികൾക്ക് കൊട്ടേഷൻ പിടിക്കാൻ വേണ്ടിയിട്ട്, കൊട്ടേഷന്റെ ഭാഗമാകാൻ, സാമ്പത്തിക ഇടപാടുകളിൽ ഷെയ്ഡി ആയിട്ടുള്ള സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുക്കാൻ, പങ്കാളികളാകാൻ ഒക്കെയുള്ള അവസരങ്ങൾ പോലീസും ജയിൽ അധികൃതരും ചേർന്ന് ചെയ്തു കൊടുക്കുകയാണ്. അവരവിടെ നിന്ന് തന്നെ ആളുകളെ ഭീഷണിപ്പെടുത്തുന്ന വിവരങ്ങളെല്ലാം പുറത്തു വന്നു. മിക്കവാറും സമയം അവർ പുറത്താണ്, ജയിലിലില്ല, പരോള് കൊടുക്കുകയാണ്. മാക്സിമമായി പരോളിന് പോലും അർഹതയില്ലാത്ത കൊടും ക്രിമിനലുകളെയാണ് ജയിൽ ശിക്ഷയിൽ ഇളവ് നടത്തി പുറത്തു കൊണ്ടുപോകാൻ നടത്തുന്ന ഈ ശ്രമം. ഇത് നമ്മുടെ കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ്, കേരളത്തിന്റെ ഒരു മനസാക്ഷിയോടുള്ള വെല്ലുവിളിയാണ്. 51 വെട്ടുവെട്ടി ചന്ദ്രശേഖരനെ കൊന്ന ക്രൂരന്മാരായ കൊലയാളികളെ പാർട്ടിയുടെ നിർദ്ദേശപ്രകാരം ചെയ്ത ഈ കൊലപാതകത്തിൽ നിന്ന് അവരെ ഇപ്പോഴും അവരുടെ കുടുംബം സംരക്ഷിക്കുന്നത് CPM ആണ്. അപ്പൊ ഇവർ ഇത്രയും ഈ തെരഞ്ഞെടുപ്പിൽ പാഠം പഠിച്ചിട്ടില്ല. തെറ്റ് തിരുത്തും എന്ന് പറഞ്ഞിട്ടും തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്കാണ് ഇവർ വീണ്ടും വീഴുന്നത്. ഇത് ഒരു കാരണവശാലും ഈ ശിക്ഷാ ഇളവ് കൊടുക്കാൻ സമ്മതിക്കില്ല കേരളത്തിൽ. കേരളം അതിന് അനുവദിക്കില്ല. ആ ചെറുത്തുനിൽപ്പിൽ കേരളത്തിലെ ജനങ്ങളുടെ മുൻപന്തിയിൽ തന്നെ കേരളത്തിലെ പ്രതിപക്ഷം ഉണ്ടാവും. ഈ കൊടും ക്രിമിനലുകൾ തെരുവിലിറങ്ങിയാൽ, ജയിലിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഉണ്ടാകാൻ പോകുന്ന സംഭവങ്ങളെക്കുറിച്ചെല്ലാം ഇപ്പോഴും CPM ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ഞങ്ങൾ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൊണ്ടുവന്നു. ഒരു വളരെ പ്രായമുള്ള വയോധികനായ ഒരാൾ, 90 വയസ്സോളമുള്ള ഒരാളാണ്, ഒരു നിരപരാധിയായ മനുഷ്യനാണ് കൊല ചെയ്യപ്പെട്ടത്. നിരവധി കുട്ടികൾ, നിരപരാധികളായ മനുഷ്യർ, പറമ്പിൽ കളിച്ചിരുന്ന കുട്ടികൾ, തൊഴിലുറപ്പിൽ പങ്കെടുത്ത സ്ത്രീകൾ, നിരവധി പേർ കൈകാലികൾ നഷ്ടപ്പെട്ടു മുഖം വികൃതമായിരിക്കുന്നു. നിരവധി പേർ കൊല്ലപ്പെട്ടു. ഇപ്പോഴും ഒരു അപരിഷ്കൃത സമൂഹത്തിൽ ജീവിക്കുന്ന ഒരു പാർട്ടിയെ പോലെ CPM ഇപ്പോഴും ബോംബ് നിർമ്മാണം നടത്തുകയാണ്. ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുകയാണ്. ക്രിമിനലുകൾക്ക് മുഴുവൻ സംരക്ഷണം കൊടുക്കുകയാണ്. ഇവരേത് യുഗത്തിലാണ് ജീവിക്കുന്നത് എന്നാണ് ഞങ്ങൾ നിയമസഭയിൽ ഇവർ ചോദിച്ചത്. ഇരുണ്ട യുഗത്തിലാണ് ഇവരിപ്പോഴും ജീവിക്കുന്നത്. എന്നിട്ട് മുഴുവൻ ആളുകളെ സംരക്ഷണം കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസമാണ് സീന എന്ന പെൺകുട്ടി അതിശക്തമായി, ഞങ്ങളിത് നിയമസഭയിൽ കൊണ്ടുവന്ന ദിവസമാണ്, ഈ ബോംബ് ഭീതിയെക്കുറിച്ച് പറഞ്ഞത്. അപ്പൊ അവരുടെ വീട്ടിൽ പോയി CPM നേതാക്കൾ ഭീഷണിപ്പെടുത്തുകയാണ്. അവരുടെ അമ്മയെ വിളിച്ച് CPM പ്രവർത്തകർ ഭീഷണിപ്പെടുത്തുകയാണ്. പോലീസ് അവർക്ക് സംരക്ഷണം കൊടുക്കണം. സീനയ്ക്കും സീനയുടെ കുടുംബത്തിനും സംരക്ഷണം കൊടുക്കണം. കാരണം എന്തും ചെയ്യാൻ മടിക്കാത്ത ക്രിമിനലുകളെ സംരക്ഷിക്കുന്ന പാർട്ടിയായിട്ട് CPM മാറിയിരിക്കുകയാണ്. ഈ ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് കൊടുക്കാനുള്ള നീക്കത്തെ ഞങ്ങൾ ശക്തിയായി എതിർക്കുക തന്നെ ചെയ്യും. കാരണമല്ല, എന്തും ചെയ്യും, അധികാരം ഉപയോഗിച്ച് എന്തും ചെയ്യും എന്നുള്ള ധിക്കാരവും ധാർഷ്ട്യവും അവസാനിച്ചിട്ടില്ല. ഇതുപോലത്തെ ഒരു കേരളം കണ്ട, കേരളം ഞെട്ടിത്തരിച്ച ഒരു കൊടും കൊലപാതകത്തിലെ പ്രതികളെയാണ് ഞാൻ പറഞ്ഞത് നേരത്തെ. അവർക്ക് ഇഷ്ടം പോലെ പരോൾ കൊടുക്കുക, ജയിലിൽ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുക. അവരാണ് മെനു നിശ്ചയിക്കുന്നത്. ചൈനീസ് വേണോ, തണ്ടൂരി വേണോ, കേരള സ്റ്റൈൽ വേണോ എന്ന് തീരുമാനിക്കുന്നവരാണ് അവരുടെ ഭക്ഷണം ജയിലിൽ.
അവരാവശ്യപ്പെടുന്ന ഭക്ഷണം, ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ എല്ലാം ജയിലിൽ ചെയ്തു കൊടുക്കുകയാണ്. കാരണം പാർട്ടി പറഞ്ഞിട്ട് കൊലപാതകം നടത്തിയതല്ലേ, പാർട്ടി സംരക്ഷിക്കുകയാണ്, അവരെ അവരുടെ കുടുംബത്തെയും സംരക്ഷിക്കുകയാണ്. അപ്പൊ കുറെ ആളുകൾക്ക് ഇളവ് കൊടുക്കാൻ വരുന്ന അവസരത്തിൽ ഈ പേരുകൾ കൂടി തിരികെ കയറ്റിയിരിക്കുകയാണ്. അവർക്ക് കൂടി ഇളവ് കൊടുക്കാൻ, ശിക്ഷാ ഇളവ് കൊടുക്കണമെന്ന് ഹൈക്കോടതി വിധിയിലുണ്ട്. ആ വിധി ലംഘിച്ചുകൊണ്ടാണ് ഈ നടപടിക്രമം നടത്തിയിരിക്കുന്നത്. ജയിലധികൃതർ വെറുതെ കൊടുക്കില്ലല്ലോ ഇവരുടെ പേരുകൾ. സർക്കാർ സ്വാധീനിച്ചിട്ടും പാർട്ടി സ്വാധീനിച്ചിട്ടും ചെയ്തിരിക്കുകയാണ്. എന്ത് ചെയ്യാൻ മടിക്കില്ലെന്നാണ് അതിന്റെ അർത്ഥം. അതാണ് മെസ്സേജ്. പഴയ ധാർഷ്ട്യത്തിനും ധിക്കാരത്തിനും ഒരു കുറവുമില്ലെന്നാണ് മെസ്സേജ്. അതാണ് ഞാൻ പറഞ്ഞത്. തെറ്റ് തിരുത്താനല്ല, തെറ്റുകളിൽ നിന്ന് തെറ്റുകളിലേക്ക് CPM വഴുതി വീഴുകയാണ്. വീണ്ടും പാഠം പഠിച്ചില്ല. ഉറപ്പായിട്ടും എല്ലാ വഴിയിലും പോവും, എല്ലാ വഴിയിലും പോവും, എല്ലാ വഴിയിലും രാഷ്ട്രീയമായും നിയമപരമായും അതിനെ നേരിടും. ഒരിക്കലുമല്ല ശിക്ഷാ ഇളവ് കൊടുക്കരുതെന്ന് ഹൈക്കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. രണ്ടാമത് ഇവരുടെയൊക്കെ ശിക്ഷാ കാലയളവ് കൂട്ടിയതല്ലേ ഹൈക്കോടതി. ശിക്ഷാ ഇളവ് കൊടുക്കരുത് എന്ന് പറഞ്ഞ പ്രതികളെ ശിക്ഷാ ഇളവ് കൊടുക്കണം എന്ന് പറയാൻ ഈ ജയിൽ മേധാവിക്ക് എന്താ അധികാരം? ജയിൽ മേധാവിക്ക് ഹൈക്കോടതി വിധിയെ ലംഘിക്കാനുള്ള അധികാരം? മാത്രമല്ല, ഇത് പ്രിവിലേജ്ഡ് ക്രിമിനൽസാണ്, ക്രൂരമായ കൊലപാതകം ചെയ്ത ആളുകളാണ്. അവരുടെ പേരുകൾ ശുപാർശ ചെയ്യാൻ ജയിൽ അധികൃതർക്ക് എന്താ